അന്നത്തെ കാലത്ത് ഈ പ്രസവം എന്നൊന്നും പറയുന്ന വലിയൊരു കാര്യമൊന്നുമല്ല. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാനും നമ്മളെ പിന്നെ തൈല കല്യാണി പിന്നെ അതുപോലെ തന്നെ പൊക്കി മാധു എല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് പിന്നെ മാധു പറഞ്ഞ് ഞാനും നിങ്ങൾ വർത്താനം പറഞ്ഞ് ഒത്തിരിക്കും, ഞാൻ 5 മിനിറ്റ് പോയിട്ട് വരട്ടെ. അപ്പം ഞാൻ ചോദിച്ചു എല്ലാം വെള്ളം ഇഞ്ഞി തേടിയാ പോകുന്നത്, ഞാനൊന്ന് പെറ്റിട്ട് വരട്ടെ. അന്നത്തെ കാലം അങ്ങനെയാ. പിന്നെ മാധുവിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാധുവിന് അന്ന് 6 മക്കളാ. മാധവന് 6 മക്കളാണെങ്കിൽ ഈനേണ്ട നോക്കുവാനാന്ന് 6 കുരുത്തം കേട്ട്. ഇന്നത്തെ പോലെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അമ്മ ഈനെ കൊണ്ട് പിന്നെ പിള്ളേരെ കൊണ്ട് മാധുവിന് ചൊയ്യക്കാടാ. അല്ല അന്ന് 10ഉം 14 മക്കൾ ഉണ്ടാകുന്ന കാല. മാധുവിന് അന്ന് 6 മക്കളാണല്ലോ. അങ്ങനെ മാധു കെട്ടിയവനോട് പറയൂ, വിഷ് എന്തെന്നാ ഇത് പിള്ളേരെ കൊണ്ട് 6 മക്കൾ എന്തിനേനും 2 എണ്ണം പോരേനാ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് പ്രശ്നമാക്കൂ. അങ്ങനെ മാധുവിൻ്റെ കെട്ടിയ പിന്നെ പൊക്കം വന്നിട്ട് സമാധാനിച്ചിട്ട് പിന്നെ മാധുവിന് 12 മക്കളങ്ങായിപ്പോയി. എന്ത് പറയാന്ന കേക്കണ അല്ല. പിന്നെ അവസാനം അല്ല കേക്ക് അല്ല ഞാൻ പറഞ്ഞുതരാം. അവസാനത്തെ ഒരു മക്കൾ ഉണ്ടായിക്കല്ല, അത് പ്രസവത്തിൽ തന്നെ മരിച്ചു പോയിട്ട് മാധു കരഞ്ഞിക്കില്ല. എന്താന്ന് വെച്ചാല് അഥവാ പിന്നെ പൊക്കം വന്നിട്ട് പിന്നെ സമാധാനിപ്പിച്ചാൽ അന്ന് മേടിച്ചില്ല. ഇങ്ങനത്തെ ഓരോ